ഷെഫേ, ഒരു ഡൗട്ട്. നമ്മുടെ ഈ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴേ ഒരു ഗ്രീൻ കൂടിയിട്ട് ഒരു ഗ്രേ കളർ കയറി വരാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാ? അത് വളരെ സിമ്പിൾ ആണ് മോനെ. മുട്ടയിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയുള്ള പ്രോട്ടീൻ ആണെന്ന് അറിയാലോ. അപ്പം ഈ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഈ മുട്ട നമ്മള് അതിലേക്ക് ഹീറ്റ് എക്സ്പോസ് ആകുമ്പോൾ, അതായത് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കിന് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കിന് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫറിന്റെ കണ്ടന്റുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ യോക്കിൽ അടങ്ങിയിട്ടുള്ളത് അയണിന്റെ കണ്ടന്റുകളാണ്. അപ്പൊ ഈ വെള്ളയിൽ അടങ്ങിയിട്ടുള്ള സൾഫറിന്റെ കണ്ടന്റുകൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് അത് മാറും. ഓക്കെ, എന്ന് പറയുന്നത് പോലെ തന്നെ ഈ യോക്കിൽ അടങ്ങിയിട്ടുള്ള ഈ അയണും ഈ ഹൈഡ്രജൻ സൾഫൈഡും കൂടെ കമ്പൈൻഡ് ആയി കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഫിറോസ് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ മുട്ട കൂടുതൽ നേരം നിങ്ങൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അത് അതിന്റെ ആ ഉണ്ണിയുടെ ചുറ്റിനും ഒരു ഗ്രേയിഷ് ഗ്രീൻ കളറിലുള്ള ഒരു പിഗ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് മുട്ട ബോയിൽ ചെയ്യരുത്. മിക്കപ്പോഴും സംഭവിക്കുന്ന മുട്ട ബോയിൽ ചെയ്തിട്ട് മറന്നുപോകും. പിന്നെ നമ്മൾ പോയിട്ട് അത് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹാർഡായിട്ടിരിക്കും. ഉണ്ണിയുടെ ചുറ്റിനും ഈ ഒരു കളർ നമുക്ക് കാണുകയും ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ഫോളോ അപ്പ് ചെയ്യുക. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഒരു ഐസ് ബാത്തിലേക്ക് അതിനെ ഇട്ടിട്ട് പെട്ടെന്ന് നമ്മൾ അതിനെ പൊളിച്ചു മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഷെഫേ, ഒരു ഡൗട്ടും കൂടി. നമ്മുടെ ഈ ചില എഗ്ഗിന് ഒരു ലൈറ്റ് കളറും ചിലതിനൊരു ഡാർക്ക് യെല്ലോയിഷ് കളറും വരുന്നുണ്ട്, അതെന്തുകൊണ്ടാ? അത് സിമ്പിൾ ആണ് മോനെ. ഇത് പ്രധാനമായിട്ടും ആ മുട്ട കോഴികൾ നമുക്ക് അതിന് എന്താണോ ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ മുട്ടയുടെ യോക്കിന്റെ ഈ ഒരു കളറ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ചില മുട്ടക്കോഴികൾക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ വീറ്റ് അതുപോലെ തന്നെ വൈറ്റ് കോൺസ് ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് അതിന് ഭക്ഷണമായിട്ട് കൊടുക്കുക. അങ്ങനെയുള്ള മുട്ടക്കോഴികളുടെ മുട്ടയുടെ യോക്ക് പെയിൽ യെല്ലോ കളറിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഡാർക്ക് ആയിട്ടുള്ള യെലോയിഷ് കളറിലുള്ള യോക്ക് നമ്മൾ കാണത്തില്ലേ, അത് ഈ ഒരു മുട്ടക്കോഴികളിൽ ഈ കെരോറ്റിനോയിഡ് അടങ്ങിയിട്ടുള്ള കൂടുതൽ ആഹാര സാധനങ്ങൾ ഭക്ഷിക്കുന്ന മുട്ടക്കോഴികളിലാണ് ഈ ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ കളറുള്ളത്. അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മത്തങ്ങ അല്ലെങ്കിൽ ക്യാരറ്റ് ഇതുപോലുള്ള സാധനങ്ങൾ കൊത്തിത്തുന്നതിന് ശേഷമുള്ള ആ ഒരു കോഴിയുടെ മുട്ടയുടെ യോക്കിൽ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ആ ഒരു, അതായത് കെരറ്റിനോട് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ ഒരു മുട്ടക്കോഴികളുടെ മുട്ടയുടെ യോക്ക് കൂടുതൽ ഡാർക്ക് യെലോയിഷ് ആയിട്ടുള്ള ഒരു കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഓക്കെ, താങ്ക് യു. ഓക്കെ.